മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ക്യാൻസറിനുള്ള പ്രതിരോധ വാക്സിൻ എന്ന വിപ്ലവകരമായ കണ്ടെത്തലിലേക്ക് റഷ്യ വന്നിരിക്കുകയാണ്. എൻഡോറോമിക്സ് ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് വരികയാണ്. പ്രീ ക്ലിനിക്കൽ പരീക്ഷണം 100% വിജയം എന്നാണ് റഷ്യയുടെ അവകാശവാദം. ലോകമെമ്പാടും ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉയരുകയാണ്. ക്യാൻസറിന് വാക്സിൻ വരുന്നു. പ്രാരംഭ ക്ലിനിക്കൽ ട്രയലുകളിൽ വാക്സിൻ 100% ഫലപ്രാപ്തി നേടിയതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. വാക്സിൻ ഉപയോഗിച്ചവരിൽ ട്യൂമറിന് ചുരുക്കമുണ്ടായെന്നും പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് ഗവേഷകർ പറയുന്നത്. COVID-19 വാക്സിന് സമാനമായ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എൻഡോറോമിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ തയ്യാറാക്കിയത്. KP അഭിലാഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് എപ്പോൾ കടക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരം വരുന്നുണ്ടോ? ഇപ്പോൾ സ്പുട്നിക് പോലെയുള്ള സൈറ്റുകളിൽ പറയുന്ന പ്രകാരം പ്രീ ക്ലിനിക്കൽ പരീക്ഷണം 100% വിജയമെന്നാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊരു ഫലപ്രാപ്തി എന്ന് 100% പറയാവുന്ന രീതിയിലേക്കായിട്ടുണ്ടോ? തീർച്ചയായും മഞ്ജുഷ സൂചിപ്പിക്കുന്നത് പോലെ ഇനി ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ് ലഭ്യമാകേണ്ടത്. ആ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ആ ഘട്ടം കൂടി പൂർത്തിയാക്കുകയും അതിനുശേഷം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി, അതായത് റഷ്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വാക്സിൻ നൽകി തുടങ്ങുകയും ചെയ്യും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2024 ഒരു ടെലിവിഷൻ ഷോയിൽ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാക്സിൻ്റെ നിർമ്മാണ ഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ശാസ്ത്രലോകം എന്നും അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പുടിൻ്റെ അന്നത്തെ പ്രതികരണം. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ. കാരണം നമുക്കറിയാം, ക്യാൻസർ പോലെയുള്ള ഒരു മാരകമായ രോഗാവസ്ഥ അത് എങ്ങനെയാണ് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട സാഹചര്യമില്ല. കേരളത്തിൽ ഉൾപ്പെടെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണക്രമത്തിലും ജീവിത രീതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം പാരമ്പര്യമായി പോലും ക്യാൻസർ വരുന്ന സാഹചര്യമുണ്ട് എന്ന നിലയിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരീക്ഷണങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത് ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് നിലവിൽ ഈ ക്യാൻസർ എന്ന രോഗത്തെ കൃത്യമായി മറികടക്കുന്നതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയിലെ സംവിധാനങ്ങൾ ഏറെ പരിമിതമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ക്യാൻസർ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് അസാധ്യമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഈ പരീക്ഷണം ഏറെ നിർണായകമാകുന്നത്. ഈ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ 100% വിജയം എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. 48 പേരിൽ ആണ് ഇത്തരത്തിൽ പരീക്ഷണം നടത്തിയത്. ഇവരിൽ ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്റ്റുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയുന്ന സാഹചര്യം ആണ് ഉള്ളത്. COVID-19 വാക്സിൻ വികസിപ്പിച്ചതിന് സമാനമായ തരത്തിലുള്ള mRNA ടെക്നോളജി തന്നെയാണ് ഈ വാക്സിൻ്റെ നിർമ്മാണത്തിനും പ്രയോജനപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം. വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒന്നാണ് റഷ്യയുടെ ഈ വാക്സിൻ പരീക്ഷണം. പ്രീ ക്ലിനിക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. മൃഗപരീക്ഷണ ഘട്ടം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകളും വന്നിരിക്കുന്നത്. 100% ഫലപ്രാപ്തി എന്ന രീതിയിൽ ഇനി ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുള്ള അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഔദ്യോഗികമായി ഈ വിവരങ്ങൾ പുറത്തു വരികയാണ്. ലോകരാജ്യങ്ങളിലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ തത്സമയം ചേരുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഇങ്ങനെ വാക്സിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻസറിനെതിരെ അത് വലിയ പ്രതീക്ഷ, അത് എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്നുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പല സംശയങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതിൽ എത്രമാത്രം ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, അതായത് ക്യാൻസർ വരാതിരിക്കാൻ ഗുണകരമാകും, അതോ ക്യാൻസർ ചികിത്സയിലാണോ ഇത് ഗുണകരമാകുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി എങ്ങനെയാണ്? അതുപോലെ തന്നെ സങ്കീർണമാണല്ലോ ക്യാൻസർ, ഒട്ടേറെ ക്യാൻസറുകൾ ഉണ്ടാവുന്നു. ഇത് എല്ലാ ക്യാൻസറുകൾക്കും കൂടി ഒറ്റ വാക്സിനാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടല്ലോ, അതിനുള്ള മറുപടി ഡോക്ടർ. വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ രോഗം വരാതിരിക്കുക എന്നുള്ള ആശയമാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, റഷ്യയുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ ഇത് ക്യാൻസർ വരാതിരിക്കാനുള്ള നടപടിയല്ല, മറിച്ച് ക്യാൻസർ ചികിത്സകൾ, പലതരത്തിലുള്ള ക്യാൻസർ ചികിത്സകൾ നിലവിലുണ്ട്. പല ചികിത്സകളും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ക്യാൻസർ ചികിത്സയുടെ പേരാണ് ഈ ക്യാൻസർ വാക്സിൻ എന്നുള്ളത്. അതുകൊണ്ട്
ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ അല്ല ഇത് എന്ന് ആദ്യമേ പറഞ്ഞു കൊടുത്തേ. ഇനി ക്യാൻസർ വരാതിരിക്കാനുള്ള 2 വാക്സിനുകൾ നമ്മുടെ രാജ്യത്ത് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നതുമുണ്ട്. അതിൽ 2 എണ്ണം ഉള്ളത്, ഒന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസർ ആയിട്ടുള്ള സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസർ, അത് വരാതിരിക്കാനായിട്ട് ചെറിയ കുട്ടികൾക്ക്, അതായത് 9 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 2 ഡോസ് ഹ്യൂമൻ പെപ്പിലോമ വൈറസ് വാക്സിൻ എന്ന് പറയും, HPV വാക്സിൻ എന്ന് പറയും. കാരണം എന്തെന്നാൽ ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു വൈറസ് മൂലമാണ്. അപ്പോൾ ഈ വൈറസ് ബാധ നമുക്ക് തടുക്കാനായി കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസറിനെ നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഈ സെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ വർഷങ്ങളായിട്ട് നിലവിലുണ്ട്. അത് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ക്യാൻസർ ഇല്ലാതായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊന്ന്. 2ാമത്തെ വാക്സിൻ എന്നുള്ളത് ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്ന ലിവർ ക്യാൻസറിനുള്ള ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആണ്. അത് വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻ നമ്മുടെ രാജ്യത്ത് കൊടുത്തു വരുന്നുണ്ട്. അത് എടുത്തവരിൽ ഹെപ്പറ്റൈറ്റിസ് B മൂലമുള്ള ലിവർ ക്യാൻസർ ഒഴിവാകും എന്ന് മാത്രം. മറ്റു കാരണങ്ങൾ കൊണ്ടും, മദ്യപാനം കൊണ്ടും അല്ലാതെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ലിവർ ക്യാൻസർ വരാം. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് B എന്നുള്ളത് കോടിക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ്. അതിൽ നിന്നും നിരവധി പേർക്ക് ലിവർ ക്യാൻസർ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ. ഇനി വാക്സിൻ എന്നുള്ള വാക്കിന്റെ തെറ്റായ പ്രയോഗമാണ് ഈ നേരത്തെ റഷ്യൻ മീഡിയ പുറത്തുവിട്ടത്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇത് വരില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ക്യാൻസർ വന്ന രോഗികളിൽ അവരുടെ ട്യൂമർ, അവരുടെ ദശകൾ പരിശോധിച്ച് ആ ദശകളിലുള്ള ചില നിയോ ആന്റിജനുകളുണ്ട്, അതായത് സാധാരണ ശരീരത്തിൽ കാണാത്ത ചില തന്മാത്രകൾ ഐഡന്റിഫൈ ചെയ്ത് ഈ തന്മാത്രകൾക്കെതിരെ നമ്മുടെ ശരീരത്തിന്റെ തന്നെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുകയാണ് ഈ നൂതന ചികിത്സാ വിധി കൊണ്ടുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 100% എന്നുള്ള അവകാശവാദത്തിനൊന്നും യാതൊരു തെളിവുമില്ലാത്തതാണ്. ഇത് പിയർ റിവ്യൂഡ് പബ്ലിക്കേഷൻ അല്ല. റഷ്യയുടെ അവകാശവാദങ്ങൾ വെറും ഒരു അനൗൺസ്മെന്റ് മാത്രമാണ്. പക്ഷെ അതിലൊരു സംശയം ചോദിക്കട്ടെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ അത് ഇമ്മ്യൂണോ തെറാപ്പി പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടല്ലോ, ക്യാൻസറിലും അത് ഫലപ്രദമാണല്ലോ, അതുമായിട്ട് താരതമ്യം ചെയ്യാമോ? അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ വാക്സിൻ എന്ന് പറയരുത് എന്ന്. അതാണോ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞതാണ് ശരി. ഇത് ഒരു ഇമ്മ്യൂണോ തെറാപ്പി തന്നെയാണ്, ഇത് വാക്സിൻ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ വാക്സിൻ. ഇനി നമ്മൾ കൂടുതൽ ആലോചിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാവുന്നത് ക്യാൻസറിന്റെ തന്മാത്രകൾ എടുത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരിൽ ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ടാകുന്നുണ്ട്. അതായത് അവരുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് ഈ ക്യാൻസറുകളെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വാക്സിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, രോഗം വരാതിരിക്കാനാണ് കൊടുക്കുന്നത്, അല്ലാതെ വന്നതിന് ശേഷമല്ല. വന്നതിന് ശേഷമുള്ള ചികിത്സയ്ക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അത് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ അത് ഉപകരിക്കും. പക്ഷേ ഇത് ഇവിടെ റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എൻഡ്രോമിക്സ് അത് നേരത്തെ തന്നെ കൊടുക്കുന്നതാണ്. അത് പക്ഷേ ക്യാൻസർ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ട്യൂമറുകൾ വലുതാകാതിരിക്കാൻ